നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത മാസം ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കാനിരിക്കെ 100 പേരടങ്ങുന്ന BJPയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക വ്യാഴാഴ്ച പുറത്തുവിടുമെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ആദ്യ പട്ടികയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉൾപ്പെടുമെന്നാണ് വിവരം. BJPയുടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഫെബ്രുവരി 29-ന് ചേരാനാണ് സാധ്യത. 543 ലോക്സഭാ സീറ്റിൽ BJP 370 സീറ്റുകളും NDA 400 സീറ്റുകളും ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക നിർണായകമാണ്. 2 തവണ മത്സരിച്ച് ജയിച്ച മണ്ഡലമായ വാരണാസിയിൽ നിന്ന് തന്നെയാകും നരേന്ദ്രമോദി മത്സരിക്കുക. 2014-ൽ 3.37 ലക്ഷത്തിന്റെ വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച മോദി 2019-ൽ അത് 4.8 ലക്ഷമായി ഉയർത്തി. LK അദ്വാനിയുടെ സീറ്റായിരുന്ന ഗാന്ധിനഗറിൽ നിന്നാണ് അമിത്ഷാ 2019-ൽ മത്സരിച്ച് വിജയിച്ചത്. അതേസമയം UP അടക്കം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കാൻ BJP കഴിഞ്ഞ ദിവസം നിരവധി യോഗങ്ങൾ ചേർന്നിരുന്നു. UPയുമായി ബന്ധപ്പെട്ട യോഗത്തിൽ അമിത്ഷാ, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, ഉപമുഖ്യമന്ത്രിമാരായ കേശവ് പ്രസാദ് മൗര്യ, ബ്രജേഷ് പാഠക്, മന്ത്രി ധരംപാൽ സിംഗ് എന്നിവർ പങ്കെടുത്തിരുന്നു. 2019-ലെ തെരഞ്ഞെടുപ്പിൽ BJP UPയിലെ 80-ൽ 62 സീറ്റ് നേടിയിരുന്നു. പശ്ചിമ ബംഗാൾ, തെലങ്കാന, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട ആലോചനാ യോഗങ്ങളും ചേരുന്നുണ്ട്. BJP ദുർബലമായ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിക്കാനാണ് ലക്ഷ്യമിടുന്നത്. BJPക്ക് 370-ഉം NDAക്ക് 400 സീറ്റുകളും ലഭിക്കുമെന്ന് നേരത്തെ ഈ മാസം ആദ്യം ലോക്സഭയിൽ പ്രസംഗിക്കവേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇന്ത്യ സഖ്യത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ധൈര്യം നഷ്ടപ്പെടുമെന്നും പ്രധാനമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച പാർട്ടി നേതാക്കളെയും പ്രവർത്തകരെയും അഭിസംബോധന ചെയ്യവേ അടുത്ത 100 ദിവസം നിർണായകമാണെന്നും മോദി ഓർമ്മിപ്പിക്കുകയും ചെയ്തു. 3ാം വട്ടം താൻ മത്സരിക്കുന്നത് അധികാരത്തിന്റെ ആനുകൂല്യങ്ങൾ ആസ്വദിക്കാനല്ലെന്നും രാഷ്ട്രത്തെ സേവിക്കാനാണെന്നും മോദി പറഞ്ഞു. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥി സാധ്യതാ പട്ടിക കേന്ദ്രത്തിന് സമർപ്പിച്ചെന്നാണ് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ അറിയിച്ചത്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ചർച്ച നടന്നു. ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച വിവരങ്ങളും അഭിപ്രായങ്ങളും കേന്ദ്ര നേതൃത്വത്തെ ധരിപ്പിച്ചിട്ടുണ്ട്. ആരൊക്കെ മത്സരിക്കും എന്നതിൽ അന്തിമ തീരുമാനം കേന്ദ്ര നേതൃത്വത്തിന്റെ തന്നെയാണെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.